ഒരു 10-18 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ TV ചാനൽ മാറ്റി സൺ ടിവിയിലേക്കൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റും സൈസും ഒക്കെയുള്ള വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ഹീറോ നല്ല അടിപൊളിയായി വില്ലന്മാരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു ട്രെയിലർ കാണിക്കും. സിനിമയുടെ പേര് ദീപാവലി. നമ്മുടെ മലയാളത്തിലെ ഭാവനയാണ് നായിക. കൂട്ടിന് മലയാളത്തിൽ നിന്ന് തന്നെയുള്ള ലാലു. ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത്. ശേഷം 2008 അക്കാലത്ത് ഒരു കടുത്ത സൂര്യ ഫാനായിരുന്ന ഞാൻ മിക്കപ്പോഴും തമിഴ് ചാനലുകളിലേക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പുതിയൊരു സിനിമയിലെ പാട്ട് കൂടി കണ്ടു. നല്ലൊരു അടിച്ചുപൊളി പാട്ട്. ജനീലിയാണ് നായിക. സിനിമയുടെ പേര് സന്തോഷ് സുബ്രഹ്മണ്യം. പിൽക്കാലത്ത് ടെലിവിഷനിൽ തന്നെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. നല്ലൊരു ചിയർഫുൾ ആയിട്ടുള്ള ഒരു എന്റർടൈനർ. ഇനി ഇതും കഴിഞ്ഞ് 2010 ഇദ്ദേഹത്തിൻ്റെതായി ഞാൻ ആദ്യമായി തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ തില്ലാലങ്കടി. തെലുഗിൽ രവിതേജയും പിൽക്കാലത്ത് ബോളിവുഡിൽ സൽമാൻ ഖാൻ റീമേക്കും ചെയ്ത കിക്ക് എന്ന സിനിമയുടെ തമിഴ് വെർഷൻ. വീണ്ടും പാട്ടും ഡാൻസും ആക്ഷനും ഒക്കെയുള്ള ഒരു നൈസ് എന്റർടൈനർ. അന്ന് തിയേറ്ററിലിരുന്ന് ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു മോഹൻലാൽ റെഫറൻസ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷം വന്നു. കാരണം ഒരു അന്യഭാഷാ സിനിമയിലും നമ്മുടെ ആക്ടേഴ്സിന്റെ റെഫറൻസ് കാണുന്നത് എനിക്കത് ആദ്യമായിരുന്നു. ഇനി അടുത്തത് തൊട്ടടുത്ത വർഷം 2011 നല്ല റിച്ച് ആൻഡ് ലാവിഷ് ആയിട്ടുള്ള ലൊക്കേഷൻസും വിഷ്വൽസും ഒക്കെ കൂടിയ ഒരു റൊമാന്റിക് സിനിമ ഇദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി. സിനിമയുടെ പേര് എങ്കേയും കാതൽ. നായിക ഹൻസിക, സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രഭുദേവ. നല്ല കിടിലൻ പാട്ടുകളൊക്കെയുള്ള ഒരു റിച്ച് ലവ് സ്റ്റോറി. സംഗതി നൈസ് ആയിരുന്നു. ഇതിനിടയിൽ ഇതിനേക്കാളൊക്കെ മുൻപിറങ്ങിയ ഇദ്ദേഹത്തിന്റെ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന സിനിമയും ഞാൻ കണ്ടിരുന്നു. എന്നാൽ 2011 ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെതായി നോട്ടബിൾ സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല. എന്നാൽ അങ്ങനെയിരിക്കെ 2015 ഇദ്ദേഹത്തെ സിനിമയിലേക്ക് ലോഞ്ച് ചെയ്ത തില്ലാലങ്കടി അടക്കം ഇദ്ദേഹത്തിന്റെ പല സിനിമകളും സംവിധാനം ചെയ്ത നമ്മുടെ വിജയുടെ വേലായുധം സംവിധാനം ചെയ്ത ഇദ്ദേഹത്തിന്റെ സഹോദരനും സംവിധായകനുമായ മോഹൻ രാജയുടെ തനിയൊരുവൻ എന്ന സിനിമ പുറത്തിറങ്ങുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സൗത്ത് ഇന്ത്യ മൊത്തം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ആ ഒരു സിനിമയിൽ നായകനേക്കാൾ കയ്യടി കൊണ്ടുപോയത് വില്ലനായിരുന്നു. ഇനി അത് കഴിഞ്ഞ് അതേ ആക്ടർ വില്ലൻ കോംബോയിൽ 2017 പുറത്തിറങ്ങിയ ബോഗൻ. തനിയൊരുവൻ തിയേറ്ററിൽ മിസ്സായ ഞാൻ ആ ഒരു സെയിം കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രം തിയേറ്ററിൽ പോയി കണ്ടൊരു ചിത്രം. സ്റ്റോറി വൈസ് തനിയൊരുവന്റെ അത്രയും ക്വാളിറ്റി ഇല്ലായിരുന്നെങ്കിലും ഇറ്റ് വാസ് എ നൈസ് മൂവി വിത്ത് എ ഫ്രഷ് കൺസെപ്റ്റ്. ഇനി അടുത്തത് 2019 നമ്മുടെ ഡൂഡ് പ്രദീപ് രംഗനാഥന്റെ ആദ്യ ചിത്രം കോമാളി. അതും ഒരു നൈസ് പടമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതിനുശേഷം ഇദ്ദേഹത്തിൻ്റെതായി ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. എന്റെ അറിവിൽ ഇനി ഇദ്ദേഹത്തിൻ്റെതായി വരാൻ പോകുന്നത് പരാശക്തി എന്ന ശിവകാർത്തികേയൻ ചിത്രത്തിലെ വില്ലൻ വേഷം. സോ അൾട്ടിമേറ്റ്ലി പറയാനുള്ളത് ഈ തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ കടല് പോലെയാണ്. എത്ര കഴിവും സൗന്ദര്യവും ഉണ്ടെങ്കിലും ആ ഒരു ഇൻഡസ്ട്രിയിൽ മുൻനിരയിലേക്ക് എത്താനും എത്തിയാൽ തന്നെയും അവിടെ നിലയുറപ്പിച്ച് നിൽക്കാനും ഭയങ്കര പാടാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം.